നമസ്കാരം, ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൈനിക കരുത്തിന് ശക്തി പകരുവാൻ UK-യിൽ നിന്നും ഇന്ത്യ വൻ മിസൈൽ ശേഖരം വാങ്ങുകയാണ്. അതിനുള്ള കരാറുകൾ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ചു. ഏകദേശം 35 കോടി പൗണ്ടിന്റെ കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അതായത് ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് 118-119 രൂപ വരും. അപ്പോൾ 1 കോടി പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 120 കോടിയോളം രൂപയ്ക്ക് അടുത്ത് വരും. അതായത് 35 കോടി പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 4150 കോടിയോളം രൂപയുടെ ഒരു വലിയ കരാറാണ് ഈ മിസൈൽ വാങ്ങാൻ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തന്ത്രപ്രധാനമായ ഈ മിസൈലുകൾ എത്തുമ്പോൾ നമ്മുടെ ആയുധശേഖരം അല്പം കൂടി സ്ട്രോങ് ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഏത് നിമിഷവും പുനരാരംഭിക്കാം എന്ന രീതിയിലാണ് പാകിസ്ഥാൻ്റെ നയങ്ങളും അവരുടെ അവകാശവാദങ്ങളും വെല്ലുവിളികളും. മാത്രമല്ല, അതിർത്തികളിൽ നമ്മൾ നശിപ്പിച്ച ഭീകര ക്യാമ്പുകൾ, ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ലഷ്കർ-ഇ-തോയ്ബ തുടങ്ങിയവയെല്ലാം വീണ്ടും പുനരാരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ അമേരിക്ക സഹായിച്ച വൻ ഫണ്ടുകളാണ് ഈ വിധത്തിൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി പാകിസ്ഥാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നായാലും ഒരു ഓപ്പറേഷൻ 2 ഉണ്ടാവും, ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ അത് അത്ര പെട്ടെന്ന് ഇന്ത്യ നിർത്തുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു ആക്രമണം ഇന്ത്യക്ക് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയെ നിർബന്ധിച്ചാൽ, അങ്ങനെ ചെയ്യേണ്ട ഒരു അവസരത്തിൽ തീർച്ചയായും നമ്മുടെ സൈനിക വൃത്തങ്ങളും നമ്മുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന രീതിയിൽ അതിശക്തമായ ഒരു തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുക. അങ്ങനത്തെ തിരിച്ചടി നൽകുമ്പോൾ ഒരുപക്ഷെ യുദ്ധം നീണ്ടുപോയാൽ തന്നെ അത് നമുക്ക് ആയുധങ്ങൾ കൂടുതൽ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ 4150 കോടിയോളം രൂപ വിലയുള്ള ഈ UK മിസൈലുകൾ കൂടി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറായത്. മാത്രമല്ല, ഇന്ത്യ UK ഉഭയകക്ഷി വ്യാപാരം നിലവിലെ 5600 കോടി US ഡോളറിൽ നിന്നും അടുത്ത 5 വർഷത്തിനകം ഇരട്ടിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുംബൈയിൽ ആഗോള ഫിൻടെക് ഫെസ്റ്റിൽ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനൊപ്പം CEO-മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാലോ, അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം അമേരിക്ക ഇംഗ്ലണ്ടിനോടും അമേരിക്കയുടെ മറ്റ് സഖ്യ കക്ഷി രാഷ്ട്രങ്ങളോടും അഭ്യർത്ഥിക്കുക മാത്രമല്ല യൂറോപ്യൻ യൂണിയനോട് വരെ അഭ്യർത്ഥിച്ചതാണ്. അതായത് നിങ്ങൾ കൂടി തീരുവ കൂട്ടണം, ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ്, എന്നാലേ ഇന്ത്യ അടങ്ങൂ, ഇന്ത്യയെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഒരുപാട് നിലവിളിച്ചെങ്കിലും അത് ഒരു രാജ്യങ്ങളും അനുസരിച്ചില്ല, അല്ലെങ്കിൽ കേട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്കറിയാം, ട്രംപിനെ അല്ല, ഇന്നോ നാളെയോ അധികാരം ഒഴിഞ്ഞു പോകുന്ന ട്രംപിനെ അല്ല, ഒരു വൻ ശക്തിയായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയെയാണ് അവരെല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ ഇന്ത്യയുടെ സഹകരണം ഉണ്ടാകണമെന്ന് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു എന്നതുള്ളതാണ് സത്യം. നമ്മുടെ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വേദിയിൽ അദ്ദേഹം മോദിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം അടുത്ത ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിൽ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഓരോ രാജ്യ നേതാക്കന്മാരും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇന്ത്യയെ വേണം, ആരുമായി ഇന്ത്യക്ക് സഹകരിക്കാം, അതുപോലെ തന്നെ ആരും ഇന്ത്യയെ തള്ളിപ്പറയാൻ ആരും തയ്യാറാകുന്നുമില്ല. ഈ വിഷയങ്ങൾ മാത്രമല്ല, ഇതൊക്കെ ഈ ആയുധ ഇടപാടുകൾ വളരെ തന്ത്രപ്രധാനമായ, വളരെ ഗുണകരമായ, ഇന്ത്യക്ക് വളരെ നേട്ടമുള്ള ഇത്രയും ആയുധങ്ങൾ വരുന്ന ഈ വാർത്ത, ഇത് നമ്മളെ മലയാള മാധ്യമങ്ങളൊന്നും, വാർത്താ മാധ്യമങ്ങൾ ചാനലുകളോ മറ്റു മാധ്യമങ്ങളൊന്നും വലുതായി റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം, പത്രങ്ങളായാലും ന്യൂസ് ചാനലുകളായാലും 24 മണിക്കൂറും ശബരിമലയിലെ ദ്വാരകപാളികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ തിരക്കിലാണ്. അത് കൊടുക്കാനുള്ള മത്സരത്തിലാണ് ഓരോ ചാനലുകളും മാധ്യമങ്ങളും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പല അന്താരാഷ്ട്ര വിഷയങ്ങളും അവർ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്ഥലം കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ചാനലുകാർക്കും മാധ്യമങ്ങൾക്കും നമ്മുടെ പത്രങ്ങൾക്കും പറയാനുള്ളത്. രണ്ട് രാജ്യങ്ങളിലെയും, UK-യിലെയും നമ്മുടെ ഇന്ത്യയിലെയും വ്യവസായികൾക്കും ഉപയോക്താക്കൾക്കും കരാറിന്റെ പ്രയോജനം ലഭിക്കും. ഇറക്കുമതി ചെലവ് കുറയ്ക്കും.
മാത്രമല്ല തൊഴിലവസരം വർദ്ധിപ്പിക്കും. ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഗുണകരമാകും. ആഗോളതലത്തിലെ പ്രതിസന്ധിക്കിടെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം സ്ഥിരതയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും നെടുംതൂണുകളാകും. സാങ്കേതിക വിദ്യകളെ അതിവേഗം ഉൾക്കൊള്ളുന്ന സമൂഹമായി ഇന്ത്യയെ മാറ്റാൻ കഴിഞ്ഞ ദശകത്തിലെ സാങ്കേതികവൽക്കരണം വഴിയൊരുക്കി. UPI വഴി പ്രതിമാസം 25 ലക്ഷം കോടി രൂപയുടെ 2000 കോടി ഇടപാടുകൾ രാജ്യത്ത് നടക്കുന്നതായും മോദി ചൂണ്ടിക്കാട്ടി. വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും നേട്ടമാകുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. ജൂലൈയിൽ കരാർ ഒപ്പുവച്ച് 3 മാസത്തിനകം വ്യാപാരത്തിലും നിക്ഷേപത്തിലുമായി 600 കോടി പൗണ്ടിന്റെ വർധനയുണ്ടായി. വ്യാപാര കരാറിന്റെ നേട്ടം പരമാവധി ലഭ്യമാക്കാൻ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നീക്കുമെന്നും കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. UKയിലെ ബിസിനസ് പ്രമുഖർ, സംരംഭകർ, വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവരടങ്ങുന്ന 125 പേരോടെ ഒരു പ്രതിനിധി സംഘമാണ് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറെ അനുഗമിച്ച് ഇന്ത്യയിലെത്തിയത്. ഏതായാലും അമേരിക്കയുടെയും ട്രംപിന്റെയും ഒക്കെ എല്ലാ ഇന്ത്യയെ തകർക്കണമെന്നും ഇന്ത്യയെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും താരിഫ് ഏർപ്പെടുത്തണമെന്നും ഇന്ത്യയെ ഒറ്റപ്പെടുത്തണമെന്നും ഒക്കെയുള്ള ട്രംപിന്റെ നിലവിളി ഒരു രാജ്യങ്ങളും കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാലോ, അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സഖ്യകക്ഷിയാണ് ബ്രിട്ടൻ, UK എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ആ UK പോലും ട്രംപ് താരിഫ് ഏർപ്പെടുത്തി നമ്മളെ ഈ മാർക്കറ്റിംഗ് ഇതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് നമ്മുടെ വ്യാപാര കരാർ ഒപ്പിടുന്നതും ഇന്ത്യയുമായി കൂടുതൽ തന്ത്രപരമായ കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നതും സാമ്പത്തികമായും ബാക്കി എല്ലാപരമായും. ഇപ്പോൾ തന്നെ അറിയാലോ, നമുക്ക് UKയിൽ നിന്നും 4150 കോടിയോളം രൂപയുടെ മിസൈലുകളാണ് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്. അതുപോലെ എല്ലാ വ്യാപാര രംഗത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ട്രംപ് വിചാരിക്കുന്നിടത്തല്ല ഇന്ത്യ നിൽക്കുന്നത്. ട്രംപിന്റെ ചിന്തകൾക്ക് മേലെയാണ് ഇന്ത്യയുടെ സ്ഥാനം. അത് ലോക രാജ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഇന്ത്യയുടെ പിറകെ ഉറ്റുനോക്കുന്നതും ഇന്ത്യയെ ആരും പിണക്കാത്തതും ഇന്ത്യക്കെതിരെ ഒരു വാക്ക് ശബ്ദിക്കാത്തതും. ഇനി ട്രംപല്ല ആര് വിചാരിച്ചാലും ഒരു താരിഫും മറ്റൊരു ലോകരാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.